ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിൽ അത്യാവശ്യം ആളുകൾ ഇങ്ങനെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് പോകാമെന്ന് കരുതുന്നു. ഒപ്പം രാഷ്ട്രീയം ഒക്കെ ചൂടുപിടിക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, വാർത്തകൾ, വർത്താനങ്ങളൊക്കെ ആയിട്ട് മോർണിംഗ് വൈബ്സ് രാവിലെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ ആദ്യം തന്നെ ഞങ്ങളുടെ കൊച്ചിയിലെ പ്രതിനിധി ഡാനി പോളിലേക്കാണ് പോകുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ കയറി തുടങ്ങിയോ തലയിൽ? അല്ല, ഈ പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ നമ്മളൊരു ഓട്ടം ഇതിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നു. ഇപ്പോൾ ഇതിന്റെ ഒരു ലാസ്റ്റ് ലാപ്പിലേക്കൊക്കെ പോകുന്നൊരു സമയമാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ സ്ഥാനാർത്ഥികളുടെ ഈ വാഹന പ്രചരണ പരിപാടികൾ അതുകൂടി വരുമ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നല്ല ചൂടിലേക്ക് എല്ലാം എറണാകുളം തന്നെ മാറി. പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റിടങ്ങളിലെന്ന പോലെ തന്നെ എറണാകുളം മണ്ഡലത്തിൽ അത്ര കണ്ട് വലിയ രീതിയിലേക്കുള്ളൊരു ആഘോഷങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. മറ്റിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു പ്രചാരണ പരിപാടികൾ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ വൈബിലേക്ക് വരും, കുഴപ്പമില്ല. അടുത്ത ആഴ്ചയോടുകൂടി വാഹന പ്രചാരണമൊക്കെ വരുന്നതോടുകൂടി തന്നെ അതിന്റെ ഒരു ഇലക്ഷൻ ചൂടിലേക്കും വലിയ പ്രചാരണ കോലാഹലങ്ങളിലേക്കും എല്ലാം തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്തായി മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ? അത് എല്ലാ സമയത്തും കൊച്ചി നേരിടുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ എറണാകുളം മണ്ഡലം പൊതുവെ നേരിടുന്ന ഒരു വിഷയം ഈ അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളിൽ എറണാകുളം കൊച്ചി എവിടെ എത്തി എന്നുള്ളത് സംബന്ധിച്ചിട്ട്. കാരണം നമ്മൾ മെട്രോ എന്നുള്ളൊരു വലിയ പരിവേഷത്തോടെ നിൽക്കുമ്പോഴും അതിനപ്പുറം എന്താണ് എന്നുള്ളതാണ്. അതിനപ്പുറം വലിയ രീതിയിലേക്ക് പോയിട്ടില്ല എന്ന് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരത്തെ മഴ കൊണ്ടൊക്കെ പലപ്പോഴും അങ്ങനെ അടരുന്ന മണ്ണടരുകളെ ഉള്ളൂ ഇപ്പോഴും കൊച്ചി എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ആ രീതിയിലുള്ള കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾ, റോഡുകൾ, വലിയ രീതിയിലുള്ള റോഡുകള്, ഓടകള്, മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളുണ്ട്. എല്ലാ കാലത്തും കൊച്ചി ചർച്ച ചെയ്യപ്പെട്ട ആ വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. അതെല്ലാം ഇപ്പോഴും സജീവം തന്നെയാണ്. പെയിന്റ് അടിച്ചുകൊണ്ട് മാത്രം വലിയ രീതിയിലേക്ക് മാറ്റങ്ങളില്ല എന്ന് പൊതുവിമർശനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന ഒരു ഇടം തന്നെയാണ് ഇപ്പോഴും. ഒപ്പം വികസന കാര്യങ്ങളിൽ മറ്റ് ഇടങ്ങളെക്കാൾ കൊച്ചി മുൻപന്തിയിലെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പൊതു കാഴ്ചപ്പാടെല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റുരച്ചു നോക്കുന്ന ഒരിടം എന്ന രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ പൊതുവിൽ ആളുകൾ കാണുന്നത്. ഈ കൊച്ചി എപ്പോഴും ഒരു കൂടുതലൊരു UDF അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. അപ്പം ഇപ്പൊ ഈ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന നിലയിൽ ഇപ്പൊ നിലവിലത്തെ ഒരു MP ഹൈബിയുടെ യുവത്വമാണ് സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കൊച്ചിയിലെ LDF-ഉം അല്ലെങ്കിൽ NDA ഉന്നയിക്കുന്ന ആരോപണം എന്താണ് ഈ MPക്കെതിരെ നിലവിൽ പറയുന്നത്? ഇപ്പോൾ ഹൈമാസ് ലൈറ്റുകളുടെ എണ്ണം, അല്ലെങ്കിൽ മറ്റ് ബെസ്റ്റ് ഷെൽട്ടറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ കണക്കെടുപ്പല്ല ഒരു ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ വേണ്ടതെന്ന് ആ രീതിയിൽ ഇടതുപക്ഷം അതിനെ കാണിക്കുന്നു. അങ്ങനെ ഒരു കണക്കെടുപ്പ് കൊണ്ടായിരിക്കരുത് ഇതിനെ നേരിടുന്നത്. നിലപാടുകൾ എന്തായിരുന്നു, ചില വിഷയങ്ങളിൽ സ്വീകരിച്ച കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, ഇതെല്ലാം മാറ്റുരച്ച് നോക്കേണ്ടത് ഇതൊരു ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ അത്തരം വലിയ വിഷയങ്ങളിൽ എന്ത് നിലപാടെടുത്തു, രാഷ്ട്രീയപരമായി എന്ത് നിലപാടെടുത്തു എന്നതുകൂടി ഇതിനകത്ത് ഉൾപ്പെടണം. വികസനവും കാര്യങ്ങളും വിഷയങ്ങളും എല്ലാം വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്കപ്പുറം അതിൽ എടുത്ത നിലപാടുകൾ എന്താണ്, അതുകൂടി പറയേണ്ടതാണ് എന്ന രീതിയിൽ തന്നെ ഇടതുമുന്നണി അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ആ വികസന പദ്ധതികൾ ഇതാരുടെ പദ്ധതികൾ എന്നത് സംബന്ധിച്ച് പലപ്പോഴും പല തർക്കവിതർക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അതിൽ സംസ്ഥാനത്തിന്റെ ആ പൊതു താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനം കൂടെ നിന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണഭോക്താവ് മാത്രമായി MP മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. മത്സരിക്കുന്ന ഇന്ത്യയും പറയുന്നത് ഇത് കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതികളുടെ ഒരു ഗുണഭോക്താക്കൾ മാത്രമാണ് ഇവിടെ എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഈ അവകാശ തർക്കങ്ങളാണ് പലപ്പോഴും ഇതിനെ സജീവമാക്കി നിൽക്കുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആണല്ലേ. ഇനി മറ്റൊന്നേ, ഇപ്പൊ LDF-ന്റെ കാൻഡിഡേറ്റിനെ പറ്റി, LDF-ന്റെ കാൻഡിഡേറ്റ് ഇപ്പൊ ഷൈൻ ടീച്ചർ, ഇവരെങ്ങനെ എത്രത്തോളം മണ്ഡലത്തിൽ സുപരിചിതയാണ്? ഷൈൻ ടീച്ചർ, KG ഷൈൻ പറവൂരായിരുന്നു. പറവൂരിലെ അവിടെ കൗൺസിലർ 2 വട്ടം നോക്കുന്നു. അവിടെ നല്ല വിജയം 2 വട്ടം അവർ നേടിയതെല്ലാം തന്നെ UDF-ന് സ്വാധീനമുള്ള ഇടങ്ങളിലായിരുന്നു എന്ന് അവർ ചൂണ്ടിക്കുന്നത്. പക്ഷെ അത് ചെറിയ വാർഡ് തല തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ്. പക്ഷെ അതിനിപ്പുറത്തേക്ക് ആലങ്കാരികമായി പറഞ്ഞാൽ ഈ വരാപ്പുഴ പാലത്തിന് ഇപ്പുറത്തേക്ക് കിടക്കുന്ന കൊച്ചി എന്ന ഒരു വലിയ മെഗാസോൺ, അതിനപ്പുറത്തേക്ക് വരാൻ കാൻഡിഡേറ്റിന് ഇത്രമാത്രം കഴിയുന്നു എന്നത് വലിയ രീതിയിലാണ്. പക്ഷെ അവിടെ ഇടതുമുന്നണിയുടെ തനത് സംവിധാന രീതികൾ എല്ലാവരിലേക്കും പടരാൻ കഴിവുള്ള, കെൽപ്പുള്ള, ശേഷിയുള്ള ഒരു സംഘടനാ ചട്ടക്കൂടുള്ള ഒരു സംവിധാനമാണ് CPM എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ജസ്റ്റിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സുപരിചിതയാക്കാനായിട്ട്
ചുവരെഴുത്തുകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി പോസ്റ്ററുകളിലേക്ക് അങ്ങനെ ഒരു സംഘടനാ ചട്ടക്കൂടുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അത് ശ്രമിക്കുന്നത്. KJ ഷൈനെ സംബന്ധിച്ചിടത്തോളം അവര് മറ്റു സംഘടനകൾ പ്രവർത്തിച്ചെല്ലാം തന്നെ വലിയ പരിചയവും ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ഈ ഒരു വലിയ മെഗാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എത്രമാത്രം ഉപയോഗപ്പെടുന്നു എന്നതാണ്. പ്രത്യേകിച്ച് രണ്ടാം ഹൈബീഡൻ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ അത്തരം ഒരു അപ്രമാദിത്വത്തിന് മുന്നിലേക്ക് UDFന്റെ ഒരു വലിയ ഒരു അപ്രമാദിത്വം ഇവിടെയുണ്ട്. അതിന് മുന്നിലേക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ സോണിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും LDF സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ് എന്നുള്ളത് കാത്തിട്ട് കാണുന്നതാണ്. കാരണം നേരത്തെ വന്ന വലിയ പേരുകളൊന്നും ഒരുപക്ഷെ കാര്യമായി ഇതിനു മുമ്പൊന്നും ഗുണം ചെയ്തിട്ടില്ല. വലിയ രീതിയിൽ കഴിഞ്ഞ തവണ 1.25 ലക്ഷത്തോളം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്നത് ഇന്നത്തെ മന്ത്രി P. രാജീവിനെതിരെയായിരുന്നു. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, രാജ്യസഭയ്ക്കായിരുന്നു. അപ്പോൾ പുതിയ സ്ഥാനാർത്ഥി അത്രയൊന്നും പരിവേഷമില്ലാത്ത ഒരാൾ ഏത് രീതിയിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും കൊച്ചി ഇങ്ങനെ രാവിലെ സജീവമാണ്. ഒരുപാട് പേർ രാവിലെ ഈ സ്റ്റേഡിയത്തിന്റെ ഈ റിംഗ് റോഡിൽ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി ഇങ്ങനെ സജീവമായി നിൽക്കുന്നു. നിരവധിയായിട്ടുള്ള ആളുകൾ രാവിലെ ഒരു വ്യായാമത്തിന് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് രാവിലെ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്ന സ്ഥലം. അപ്പോ നമുക്ക് ഇവരോടൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം, തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളൊക്കെ. ചേട്ടാ ഗുഡ് മോർണിംഗ്. പരിചയമുണ്ട് ഞങ്ങള് അയ്യപ്പദാസൻ അല്ലേ, ഒരു മാധ്യമ സ്ഥാപനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന. എങ്ങനെയുണ്ട് കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ്? കൊച്ചിയിൽ ഇപ്പോ കുറച്ചു മുമ്പ് നമ്മുടെ ഡാനി, നിങ്ങളുടെ റിപ്പോർട്ടർ ഡാനി പറഞ്ഞ പോലെ അത്ര കണ്ടൊരു ഓളം തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ രണ്ട് ഹൈബി ഈഡൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനാർത്ഥിയുടെ വലിപ്പം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെ ഉണ്ട്. കാര്യം നമ്മൾ പബ്ലിക്കിനോട് പലരോടും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പലരും ഹൈബിയെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കെല്ലാം പ്രത്യേകം നമ്മുടേതായ യുവത്വത്തിന്റെ ചുറുചുറുക്കും വെളിപ്പുറത്ത് ഹൈബി ഉണ്ട് എന്നൊരു സംസാരവും ഫീൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹൈബി വെളിപ്പുറത്തുണ്ട് എന്നാണ്. ഞാൻ ഈ ജില്ലക്കാരനല്ല, ഞാൻ മറ്റൊരു ജില്ലക്കാരനാണ്. എനിക്ക് മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്നിരിക്കലും ഹൈബിയോട് വളരെ ഒരു ആഭിമുഖ്യം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് മറ്റൊരു ജില്ലക്കാരനായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ ഡാനി ഇപ്പോൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ അവരുടെ ഒരു എന്താ പറയാ പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു നീക്കം ടീച്ചർക്ക് പല ഏരിയയിലും അവർ എത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഒരു ആപ്റ്റായ സ്ഥാനാർത്ഥിയെ അവർ കണ്ടെത്തിയോ എന്ന് ഒരു സംശയം ആദ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് നികത്തി വരുന്നു എന്ന് പ്രചാരണ രംഗത്ത് സജീവമായി വരുന്നുണ്ട്. ടീച്ചർ വരുന്നുണ്ട് തൊഴിലാളികളുടെ ഇടയിൽ അല്ലാതെ ഒക്കെ. പിന്നെ യൂത്തിന്റെ ഒരു ഭയങ്കരമായ സപ്പോർട്ട് ഹൈബിക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മണ്ഡലത്തില് ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുന്നത് എന്തായിരിക്കും? വികസനം. മെട്രോ നഗരമാണല്ലോ നമ്മുടെ. ഈ മെട്രോ നഗരത്തിന്റെ ഒരു ഫീൽഡിലേക്ക് എത്തുമ്പോ MPയുടെ പെർഫോമൻസ് ഒക്കെ എന്താണ് തോന്നുന്നത്? ഈ വിളപ്പുറത്തുള്ള MP എന്നതിനപ്പുറത്തേക്ക് കൊച്ചിന്റെ വികസനത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ LDF ഉന്നയിക്കുന്ന പോലെ ഹൈമാസ് ലൈറ്റുകളല്ലല്ലോ വികസനം. അല്ല, ഇതിനകത്ത് ഇപ്പോ തുടക്കത്തില് നമ്മൾ കേട്ടതുപോലെ നിങ്ങളുടെ തന്നെ പ്രതിനിധി സംസാരിച്ചതുപോലെ ആരുടേതാണ് ഇവിടെ ഈ കാണുന്ന വികസനം എന്നുള്ളൊരു തർക്കവും നിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് വികസിച്ചോ? അല്ല, ഞാനിപ്പോ ഏതാണ്ട് ഒരു 6 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഈ 6 വർഷം കൊണ്ട് കൊച്ചി വികസിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കൊച്ചി വികസനമുണ്ട്. കൊച്ചിക്ക് വികസനം ഉണ്ട് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും. കാര്യം 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ. അതുകൊണ്ട് വികസനമില്ല എന്നൊന്നും പറയാൻ ഞാൻ സന്നദ്ധനല്ല. വികസനമുണ്ട്, മാറ്റവുമുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഈ ജില്ലക്കാരായിട്ടുള്ള ആൾക്കാരോട് തന്നെ നിങ്ങൾ ചോദിക്കണമെന്നാണ് എന്റെ ഒരു സജഷൻ. ഓക്കെ, രാവിലെ നടക്കാറിയതാണോ? എല്ലാ ദിവസവും രാവിലെ നടക്കുന്നുണ്ട്. ഈ നിങ്ങളുടെ ഒരു വലിയ സംഘം ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഈ രാവിലെ? ഇവിടെ എന്നെക്കാളും മുമ്പേ വർഷങ്ങളായിട്ട്, ഞാനിപ്പോ ഏതാണ്ട് ഒരു 8-10 മാസം ആയിട്ടേ ഉള്ളൂ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ എന്നാലും ഇവരോട് ചോദിക്കാം. രാവിലെ എങ്ങനെ മോർണിംഗ്? ഞങ്ങള് ന്യൂസ് 18 മോർണിംഗ് വൈബ്സ് ആയിട്ട് ഇറങ്ങിയതാണ്. പറഞ്ഞ ആളാ? ആണോ? ഏത് ചാനലിലും സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല. ആണോ? പേരെന്താണ്? ഫ്രാൻസിസ്. എന്ത് ചെയ്യുന്നു ഫ്രാൻസ് ചേട്ടൻ? ഞാൻ സ്വന്തം ബിസിനസ് ആണോ? ചേട്ടന്റെ പേര്? ഞാൻ നാരായണൻകുട്ടി, ബാങ്ക് ഓഫ് ബറോഡയിൽ റിട്ടയർ ചെയ്തു. അപ്പൊ ഇപ്പൊ റിട്ടയർമെന്റ് സമയമൊക്കെ ആസ്വദിക്കുകയായിരിക്കും ആണല്ലേ? എങ്ങനെയുണ്ട് കൊച്ചിയിലെ ഇപ്പത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സംഭവം? ഒരു ചൂടിലേക്ക് വന്നു? വലിയ ചൂടൊന്നും ഇല്ല ഇവിടെ. എല്ലാവരും അന്തരീക്ഷത്തിന്റെ ചൂടേ ഉള്ളൂ. അന്തരീക്ഷത്തിന്റെ ചൂടേ ഉള്ളൂ. ഗൃഹസന്ദർശനം നടത്തുന്നുണ്ട്, നോട്ടീസ് കൊണ്ട് തരുന്നുണ്ട്. അല്ലാണ്ട് പഴയതുപോലെ ഒരു വാശിയേറിയ മത്സരമൊന്നും കാണാനില്ല. തുടങ്ങുമായിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെയല്ല, മറ്റേ ടീച്ചർ പുതിയൊരു കാൻഡിഡേറ്റ് ആണ്.
ഹൈബി ഈഡൻ പഴയ ആളാണ്. അവര് വ്യത്യാസമേ ഉള്ളൂ. പഴയ ആളാണെങ്കിലും ആള് ചെറുപ്പാ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. മണ്ഡലത്തിന് പരിചയം. മണ്ഡലത്തിന് പരിചയമുള്ള ആളാണ്. ടീച്ചർ പുതിയതാ. ഒരു പാരമ്പര്യം ഈഡൻ ജോർജിന്റെ മകൻ എന്നുള്ള ഒരു. അല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം പ്രൂവ് ചെയ്തല്ലോ. പ്രാവശ്യം എന്താണെന്ന് അറിയില്ല. പിന്നെ ടീച്ചർ കേപ്പബിൾ ആണ്. ആള് കേപ്പബിൾ ആണ്. ഈഡന്റെ മകനായിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് ആണല്ലോ കേട്ടോ. രാഷ്ട്രീയം പറയാൻ ഇന്ന പാർട്ടിയിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഈഡനെ ജയിക്കുള്ളൂ. ഐബിയെ ജയിക്കുള്ളൂ. ഞാൻ പറയട്ടെ, ഇതിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം ഹാപ്പിയാണോ ഹൈബിയുടെ കാര്യത്തില്? ഇവിടുത്തെ വോട്ടറല്ലേ? കുഴപ്പമില്ല. ഈ മണ്ഡലത്തിൽ വോട്ടറല്ലേ? അതെ അതെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് കഴിഞ്ഞ 5 വർഷം? പെർഫോമൻസ് നല്ലതായിരുന്നു. ആണോ? എല്ലായിടത്തും പുള്ളി ഓടിയെത്താണ്. എന്ത് കാര്യത്തിനും ഒരു യങ് യൂത്തിന്റെ ഒരു ഫീൽ ഉണ്ടല്ലേ? ചുറുചുറുക്കുണ്ട് അല്ലേ? പിന്നെ ആള് മെടുക്കലാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാ കാര്യവും ഞാൻ പുള്ളിയുടെ ഒത്തിരി പരിപാടികളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. എന്റെ മോളുടെ ഒരു കോൺവെക്കേഷൻ ഈ പാതമാതലുണ്ടായിരുന്നു. നല്ലൊരു സ്പീച്ച് നടത്തി പുള്ളി ഇംഗ്ലീഷില്. ആണോ? എല്ലാ ദിവസവും രാവിലെ നടക്കാറുണ്ടോ? വർഷങ്ങളായിട്ട് സ്റ്റേഡിയം തുടങ്ങിയ കാലം മുതലുള്ളതാണ്. ആണോ? എന്നിട്ട് നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? നിങ്ങൾ അടുത്ത ഗ്യാങ് വരുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി സൈമൺ എടപ്പള്ളി. ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. രാവിലെ നടക്കാറുണ്ടോ? രാവിലെ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും നടക്കാറുണ്ട്. ടീമായിട്ട് നടക്കുക. ആണോ? എന്നാൽ നിങ്ങളൊന്നും ചേർന്ന് നിങ്ങള് സൈമൺ ചേട്ടൻ സംസാരിക്കാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അപ്പൊ ഞങ്ങളെ ചോദിക്കുവായിരുന്നു, ഇപ്പൊ നാരായണൻ ചേട്ടനും ഫ്രാൻസിസ് ചേട്ടനും ഇങ്ങനെ ഇലക്ഷനെ പറ്റി പറയായിരുന്നു. INTUC ഭാരവാഹിയൊക്കെയല്ലേ, എന്താണ് പ്രതീക്ഷ? ഉറപ്പായിട്ട് UDF അല്ല, ഹൈബി ഈഡൻ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാരണം സാഹചര്യം അതാണ്. കാരണം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഭരണത്തിന്റെ ആ പാളിച്ച കൊണ്ടിട്ട് ജനം യഥാർത്ഥത്തിൽ ഈ ഹൈബി ഈഡന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും അതിന്റെ മികവും ഒക്കെ കണക്കെടുക്കുമ്പോൾ ഈ ഹൈബി ഈഡൻ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം കൂട്ടും ഉറപ്പാണ്. തീർച്ചയായിട്ടും. അതിൽ ഈ LDF പറയുന്ന ഒരു പ്രധാന വിമർശനങ്ങളിലൊന്നും ഇപ്പൊ ഹൈമാസ് ലൈറ്റ് മാത്രമല്ലല്ലോ വികസനം എന്ന് പറയും. അതല്ലാതെ കൂടി അല്ലല്ലോ. അതും ഒരു ലൈറ്റ് വെക്കല് മാത്രമല്ലല്ലോ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ MP അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ MP അല്ലേ ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ നമുക്ക് പറയാം. അതിലൊരു സംശയം, ഇപ്പൊ ഈ കൊച്ചിയിലെ കുറെ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. കൊച്ചി എന്ന് പറയുന്നത് ഒരു മെട്രോ നഗരമായി നമ്മൾ കണക്കാക്കുമെങ്കിൽ പോലും കൊച്ചിക്ക് അടിസ്ഥാന സൗകര്യ വികസനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മെട്രോ നഗരമായി ഉയരാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് കൊച്ചി എത്തിയിട്ടുണ്ടോ എന്നുള്ളത് എത്തിയിട്ടില്ല. മറ്റൊന്ന്, വെള്ളം ഒരു മഴ പെയ്താൽ 1 മണിക്കൂർ കൊണ്ട് കൊച്ചി മുങ്ങും. വലിയ പ്രശ്നമാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചോദിക്കില്ലേ വോട്ടർമാര്? ഇത് മറ്റേ ഒരു MP എന്നുള്ള നിലയിൽ ഹൈബിയുടെ മാത്രം ഉത്തരവാദിത്വം അല്ല. ഇത് കൊച്ചി നഗരസഭയും GCDയും കൂടി സംയുക്തമായിട്ട് ചെയ്യേണ്ട ഒന്നാണിത്. ഇത് വളരെ കാലം പഴക്കമുള്ള ഒരു വിഷയമാണിത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട MG റോഡ് അടക്കമുള്ളത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മുങ്ങുന്ന തരത്തിലുള്ള രീതിയാണ്. ഇവിടെ അശാസ്ത്രീയമായി ിരിക്കുന്ന കാനകളുടെ നിർമ്മാണം കൊണ്ടുണ്ടായ ഈ ഒരു വ്യതിയാനം, ഇത് നമ്മളുടെ സമുദ്രം പൊങ്ങിയിരിക്കുകയും ഇവിടുത്തെ നില താഴ്ന്നിരിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ വെള്ളം അവിടെ നിങ്ങട് കയറുകയാണ്. മനസ്സിലായി. ഇവിടെ പണ്ടൊക്കെ കയറ്റിറക്കം ഉണ്ടായിരുന്നു. ആ കയറ്റിറക്കത്തിനനുസരിച്ചിട്ടല്ല ഇവിടെ ഈ കാനകളൊന്നും പണിതിരിക്കുന്നത്. ഇവിടെ ഇതിപ്പോ ഇതൊരു വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ടുള്ള മറ്റേ കൊതുകിന് ഇവിടെ വാസസ്ഥലമാക്കാനായിട്ടുള്ള ഒരു വലിയൊരു സ്ഥാനമായിട്ട് കാന മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോട്ടൽ വേസ്റ്റും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ കൊണ്ടുവന്ന് ഇടുന്ന വേസ്റ്റുകൾ അടക്കം ഇവിടെ കൊണ്ട് ഈ സമയാസമയങ്ങളിൽ കാനകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ മാത്രം, അതേപോലെ തന്നെ പഴയ നമ്മുടെ തോടുകൾ ഉണ്ടായിരുന്നു, ആ തോടുകളെല്ലാം കയ്യേറി. അതേപോലെ തന്നെ അവിടെ വളരെ സമയാസമയങ്ങളിൽ ഇതിന്റെ ക്ലീനിങ് നടക്കാത്തതിന്റെ അടിയൊഴുക്കില്ലാതെ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. മനസ്സിലായി. അതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ഇവിടെ വെള്ളക്കെട്ട് MP എന്നുള്ള നിലയിൽ ഹൈബിയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, ഇവിടെ സംയുക്തമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണല്ലേ. അപ്പൊ ഇപ്പൊ സൈമൺ ചേട്ടൻ പറഞ്ഞു, സൈമൺ ചേട്ടൻ ഉറപ്പായിട്ടും പിന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഹൈബിയുടെ ന്യായീകരിച്ച് സംസാരിക്കുള്ളൂ നമുക്കറിയാം. നിങ്ങൾ വോട്ടർമാരാണല്ലോ. ഈ വോട്ടർമാർക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ്? കൊച്ചിയിൽ ഈ പ്രശ്നങ്ങൾ, ഈ വെള്ളക്കെട്ട് ഉദാഹരണത്തിന്, അതിന്റെ പ്രശ്നപരിഹാരത്തിന് MP നേതൃത്വം നൽകണോ അതോ കോർപ്പറേഷനിൽ പൂർണ്ണമായിട്ടും വഴിചാറണോ? ആദ്യം ചെയ്യേണ്ടത് കോർപ്പറേഷനാണ്. കോർപ്പറേഷനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതായത് ലോക്കൽ ബോഡിയാണല്ലോ. അപ്പൊ ലോക്കലായിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അവർക്ക്. പക്ഷെ MP ക്ക്
ഒരു മണ്ഡലം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. കൊച്ചി മാത്രം നോക്കിയാൽ പോരാ, സിറ്റി മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ള സ്ഥലങ്ങളും നോക്കണം. അതിന്റെ പരിമിതികൾ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം കോർപ്പറേഷൻ നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം MP-യുടെ ഇടപെടൽ. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് 35 കൊല്ലമായി. ഞാൻ പാലക്കാട്ടുകാരനാണ്, കൊച്ചിക്കാരനായി ഇവിടെ വെച്ച് താമസിക്കുന്നത്. അതിന്റെ അനുഭവം കാണാറുണ്ട്. മട്ടാഞ്ചേരിയിലായിരുന്നു ഞാൻ, പല ബാങ്ക് ഓഫ് ബറോഡയിൽ പല ബ്രാഞ്ചിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വേലിയേറ്റം വരുന്ന സമയത്ത് പാലം കാണാറുണ്ടല്ലോ നമ്മൾ മട്ടാഞ്ചേരിക്ക് പോകുമ്പോ, ആ വെള്ളം ഇങ്ങടിക്ക് വരുന്നത് ഇദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. ഇവിടെ നിന്നോട്ട് പോവില്ല. കാരണം അത്ര പണ്ട് സിറ്റി താഴ്ന്നായിരുന്നു. ഇപ്പൊ സിറ്റി പൊങ്ങി 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 വന്ന് തടസ്സങ്ങൾ വന്നുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോവില്ല. വേനൽക്കാലത്ത് മാത്രമേ, വേലി ഇറക്കമുള്ള സമയത്ത് മാത്രമേ പോവുള്ളൂ, അല്ലാതെ പോവില്ല. കാരണം ജോഗ്രഫിയുടെ കൂടി പ്രശ്നമാണ്. ആണ്. അപ്പൊ അതിനനുസരിച്ച് വേണമായിരുന്നു ഇനിയെങ്കിലും പണിയുന്ന കാനകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ട് എന്റെയൊക്കെ കാലം കഴിയുന്നവരെ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. പ്രതീക്ഷയില്ല. ഇല്ല, ഒരു പ്രതീക്ഷയില്ല. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരള ഗവൺമെന്റ് ആയാലും കോർപ്പറേഷൻ ആയാലും MP ആയാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ചെയ്തില്ല. ഒരു പ്ലാൻഡ് അല്ല. ഈവൻ റോഡുകൾ വരെ പ്ലാൻഡ് അല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ രാഷ്ട്രീയ എതിരാളികളെ പറയാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. എന്തായി UDF ഒരു പ്രചാരണമൊക്കെ എന്തായി? പ്രചാരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ സ്ഥാപനങ്ങളിലും വ്യക്തികളിലും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് അതിന്റെ പ്രചരണ പരിപാടികൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ മണ്ഡലത്തിലേക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വിളിച്ചു നൽകിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. അവിടെ എല്ലാം പ്രചരണം ജനങ്ങളുമായിട്ട് നേരിട്ട് കാണുവാനായിട്ടും വോട്ട് അഭ്യർത്ഥിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള പ്രചരണങ്ങളെല്ലാം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. 4 ഘട്ടങ്ങളായിട്ട് സംഗതി നമ്മുടെ ജനങ്ങളെ നേരിട്ട് പോയി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അടുത്ത ഞായറാഴ്ച അടുത്ത ഘട്ടമാണല്ലേ? ഓക്കെ. അതെ, ഇതേ സ്കേറ്റിംഗുമായിട്ട് കുറെ കുരുന്നുകൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. പോവാ, രാവിലെ തിരക്കിലാണ് എല്ലാവരും. കുരുന്നുകള് രാവിലെ സ്കേറ്റിംഗ് ആയിട്ട് ഇറങ്ങാനുണ്ട്. അതുപോലത്തെ കുറെ കാഴ്ചകളുണ്ട് സ്റ്റേഡിയത്തിൽ. എന്നാൽ കുഞ്ഞു പിള്ളേരാണ് രാവിലെ തന്നെ സ്കേറ്റിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നാലും ഇത് കൊച്ചിയിലെ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ്. ചേട്ടാ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഒരു ഈ കൊച്ചിയിലെ ചൂടും തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ തേടി ഇറങ്ങി. എങ്ങനെയുണ്ട് കൊച്ചിയിലെ ചൂട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇപ്പൊ രാവിലെ നടക്കാൻ? വേർത്തില്ലല്ലോ രാവിലെ ജോലിക്ക് തുടങ്ങിയോളൂ ആണല്ലേ? ഓക്കെ. പേര്? ബാലേന്ദ്രൻ. എന്താ ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡാണ്. ഏതിൽ നിന്ന്? ബാങ്ക് ആണ്. ഓക്കെ. അപ്പൊ കൊച്ചിയാണോ ബേസിക് സ്ഥലം, അതോ കൊച്ചിയിലൊന്നും താമസിക്കുന്ന? അല്ല, ആക്ച്വലി കണ്ണൂരായിരുന്നു. ഞാൻ അതാണ് ചോദിച്ചത്. ഈ ജോലിക്ക് വേണ്ടി എത്തിയ ഒരുപാട് പേരുണ്ടല്ലോ. എത്ര വർഷമായി ഇവിടെ? 10-12 വർഷമായി. 10-12 വർഷമായി. അപ്പൊ എങ്ങനെയുണ്ട് കൊച്ചിയിലത്തെ തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട്? ആക്ച്വലി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ. വോട്ട് ചെയ്യാറില്ല? വോട്ട് ചെയ്യാറുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയുണ്ട് ഇവിടെ? പക്ഷെ ഇപ്പൊ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, ഭയങ്കര തിരക്ക്, ഭയങ്കര ആരോഗ്യമല്ലേ? ഇവിടെ ഒരു പോസ്റ്ററിനപ്പുറത്തേക്കുള്ള ഒരു ചൂട് കണ്ടോ? ഇവിടെ ഇപ്പൊ നാച്ചുറലി എനിക്ക് തോന്നുന്നത് IB-യുടെ തന്നെയായിരിക്കും. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ ഒരു ഈ കൊച്ചിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ സന്തോഷമാണോ ഈ പ്രവർത്തനങ്ങളിലൊക്കെ MP-യുടെ? അത്ര ഹാപ്പിയല്ല. എന്നാലും ഒരുപാട് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. MP ആയാലും ശരി, മിനിസ്റ്റർ ആയാലും ശരി, MLA ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ബേസിക് പ്രശ്നം എന്താ കൊച്ചിയുടെ? ഈ പറഞ്ഞ പോലെ കുടിവെള്ളമാണോ, അല്ലെങ്കിൽ വെള്ളക്കെട്ടാണോ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലെ മോശമാണോ? എന്താ സാഹചര്യം? ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ മൂന്നാമത് പറഞ്ഞത് കറക്റ്റ് ആണ്. വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമാണ്. ഇൻഫ്രാസ്ട്രക്ചർ വെരി പുവറാണ്. അതേമാതിരി മെട്രോ നഗരത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. നമുക്കൊരു മെട്രോ സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ അതിന്റേതായ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇത് മാത്രം ഉണ്ടായ പോരല്ലോ. ആൾക്കാർ പലരും ഈ പറഞ്ഞു ചൂടിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതല്ല, വേസ്റ്റ് മാനേജ്മെന്റ് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. വലിയ ഇഷ്യൂ അത്. ഇപ്പൊ ഇവിടെ ഏതാണ്, ഇവിടെ ഉണ്ടല്ലോ സ്ഥലത്തിന്റെ പേര് ബ്രഹ്മപുരത്ത് ശരിക്കുള്ള പ്ലാന്റ് ശരിയായ രീതിയിൽ നടത്തിയിരുന്ന കണ്ടല്ലോ, പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതിനിടയ്ക്ക് ഒരു എന്തെല്ലോ പ്രശ്നം, കത്തിപ്പോവൊക്കെ ചെയ്തു. അവിടെ പതിവാണ് തീപിടുത്തം. നമ്മുടെ ഞാൻ പറയുന്നതിലൊന്നും വിചാരിക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നാഗരിക സംസ്കാരം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പോലും വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവുചാലുകൾ കൃത്യമായിട്ട് പണിയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും അതിൽ പരാജയപ്പെട്ട് കിടക്കുകയാണ്. ഓവുചാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളം അതെന്ന് അറിയും. ഞാൻ താമസിക്കുന്ന ഈ റോഡിലാണ്. ആ റോഡില്
ഒരു നല്ല 2 മഴ പെയ്തുണ്ടല്ലോ വെള്ളപ്പൊക്കം. 2 സൈഡിലും കാനയുണ്ട്. വലിയൊരു 1.5 മീറ്റർ വീതിയുള്ള കാനയുണ്ട്. ആ കാനയിലേക്ക് വെള്ളം പോകും. പ്രോപ്പറായിട്ട് എല്ലാം ക്ലീൻ ചെയ്യുന്നില്ല, റിമൂവ് ക്ലീൻ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ടൊരു സംവിധാനമില്ല. എല്ലാ കാര്യവും അങ്ങനെയല്ല. അത് കാര്യത്തിൽ നമ്മൾ എന്ത് നെയിംസേക്ക് ചെയ്യാം. ഇതൊരു കാര്യം ചെയ്യണമെങ്കിൽ ചെയ്തു അത്ര. പക്ഷെ അതിന്റെ ഗുണം എന്താണ്, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമോ, ഇതൊന്നും ആര് ചിന്തിക്കും? നോ പടി. അതാണ് ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ നമ്മളിപ്പോ കണ്ടില്ലേ, ആലപ്പുഴയിൽ ഒരു ബ്രിഡ്ജ്, സീയിലേക്ക് ഇറങ്ങിയ ഒരു ബ്രിഡ്ജ് പണിതു. എത്ര നാളുണ്ടായിരുന്നു? ഇന്നലെ ന്യൂസ് കണ്ട് കണ്ണൂരുള്ളത് പൊളിഞ്ഞു പോയി. അത് തന്നെ എല്ലാ കാര്യങ്ങളും. കെട്ടിടങ്ങൾ പണിയാ, അത് ചെയ്യാം. മെയിൻ്റെനൻസ് ഇല്ല, മെയിൻ്റെനൻസ് അല്ല, പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ ഇല്ലോ നോക്കണം. ഫോളോ അപ്പ് വേണം. അതൊന്നും ഇല്ല. അതാണ് ഒരു വോട്ടറിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കണ്ടത്. നമ്മളിപ്പോ ആരെയും കുറ്റം പറയുന്നല്ല, സംവിധാനം അങ്ങനെയാണ്. എല്ലാം സംവിധാനം അങ്ങനെയായിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ വോട്ടേഴ്സ് കുറച്ച് ചേഞ്ച് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വ്യത്യാസമുണ്ട്. അതാണ് അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.